ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ഭാഗവതം ദിവ്യഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ആ സന്ദർഭം ഒരു 3 എപ്പിസോഡായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണല്ലോ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം പ്രതിഭാവയാമി. ഹരിണാങ്കനുമാദിതേയനം ഹരിയും ശങ്കരനും വിരിഞ്ചനും ശരിയാരുടെ കാലണിഞ്ഞ മന്ദരി സേവിച്ചു സുഖിപ്പു നിത്യവും. ജയ ഗോകുല പുണ്യപുഞ്ചമേ ജയ മായാമയ പൂർണ്ണസുന്ദര ജയ സിന്ധുകുമാരി തൻകുചപ്രിയ ശുദ്ധാദ്വയ സച്ചിദാത്മകാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ഉപക്രമം അതാണ് നമ്മൾ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ചത്, കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ വസുദേവര് കംസനോട് പറയുന്നു, ഞാൻ ദേവകി ദേവിയെ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് അതേ നിമിഷം സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദേവകി ദേവിയെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് കംസൻ ഈ വാക്ക് സമ്മതമായിട്ട് മാറുന്നു. പിന്നീട് ഗൃഹപ്രവേശം എന്നൊരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ്. ഇവിടെ ദേവകി ദേവി 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മിടുമിടുക്കനായിട്ടുള്ളൊരു ഉണ്ണിയെ പ്രസവിച്ചു. ആ ഉണ്ണിയെ കണ്ണിറയെ കാണാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. വസുദേവരാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ത്യാഗം ചെയ്യാൻ തയ്യാറായി വസുദേവര് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഭഗവാനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പലതും ത്യജിക്കേണ്ടതായിട്ട് വരും എന്നാണ്. കാരണം വസുദേവര് ഭഗവാന്റെ വാക്കുകൾ നല്ല വിശ്വാസമുള്ള ആളാണ്. 8ാമത്തെ ഗർഭം കംസനെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും.
അതുറപ്പാണ്. അപ്പോൾ ഭഗവാന്റെ ആഗമനത്തിനായിട്ട് വസുദേവര് മറ്റുള്ള 6 ഉണ്ണികളെയും കൊടുക്കാനായിട്ട് ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറായി എന്നാണ്. ആ ഉണ്ണിയെ വസുദേവർ കയ്യിലെടുത്തു. വളരെ ദുഃഖത്തോടു കൂടി ദേവകീദേവി ഇരിക്കുന്ന സമയത്ത് കംസന് കൊണ്ടുപോയിട്ട് സമർപ്പിച്ചു ആ ഉണ്ണിയെ എന്നാണ്. കംസനും വളരെയധികം ആശ്ചര്യം തോന്നി. കാരണം വസുദേവര് താൽക്കാലികമായിട്ടൊരു സത്യം ചെയ്തു എന്ന് മാത്രമാണ് കംസൻ വിചാരിച്ചത്. പക്ഷേ വസുദേവരുടെ സത്യസന്ധത കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കംസൻ്റെ മനസ്സ് പോലും അലിഞ്ഞുപോയി എന്നാണ്. കംസൻ ആ ഉണ്ണിയെ കയ്യിലെടുത്തിട്ട് പറയുന്നു, പ്രതിയാതു കുമാരോയം നഹ്യസ്മാദ് അസ്തി മേ ഭയം. ഈ ഉണ്ണി എന്നെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല, 8ാമത്തെ ഉണ്ണിയാവുന്ന സമയത്ത് അങ്ങ് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉണ്ണിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് വസുദേവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു എന്നാണ്. വസുദേവർക്ക് വലിയ സന്തോഷം തോന്നിയില്ല. കാരണം ദുഷ്ടനാണ്, എപ്പോഴാണ് മനസ്സിന് മാറ്റം വരിക എന്നുള്ളത് അറിയില്ല. ഏത് സന്ദർഭത്തിൽ വേണമെങ്കിൽ മനസ്സിന് മാറ്റം വരാം, എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്ന വലിയൊരു സന്തോഷമൊന്നും ഇല്ലാതെയാണ് ദേവകീദേവിയുടെ അടുത്തേക്ക് തിരിച്ചു പോയത്. ഉണ്ണിയെ ദേവകീദേവിയുടെ കയ്യിൽ കൊടുത്തത്. കീർത്തിമാൻ എന്ന ഉണ്ണിക്ക് പേര്. ഈ ഒരു വാർത്ത നാരദ മഹർഷി അറിഞ്ഞു. നാരദ മഹർഷി ആലോചിച്ചു, ഇങ്ങനെ കംസൻ ഒരു കരുണയുള്ള ആളായിട്ട് മാറുകയാണെങ്കിൽ എങ്ങനെയാ ശ്രീകൃഷ്ണാവതാരം സംഭവിക്കുന്നത്? അതുകൊണ്ട് കംസനോടൊരു ഉപദേശം ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് നാരദ മഹർഷി മധുരയിൽ എത്തിച്ചേർന്നു. നാരദ മഹർഷി ആളയച്ചു കംസൻ്റെ അടുത്തേക്ക്, ഇതാ നാരദൻ വന്നിട്ടുണ്ട് എന്ന്. ആരുടെ മുമ്പിലും നാരദ മഹർഷിക്ക് സ്ഥാനമുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലും രാവണൻ്റെ മുമ്പിലും അതേപോലെ മഹാഭക്തന്മാരുടെ മുമ്പിലും ഏത് താത്വികന്മാരുടെ മുമ്പിലും ഏത് ഈശ്വരന്മാരുടെ മുമ്പിലും നാരദ മഹർഷിക്ക് സ്ഥാനമുണ്ട്. കാരണം നാരദ മഹർഷി അവരൊക്കെ അനുകൂലമായി സംസാരിച്ചുകൊണ്ട് അവരൊക്കെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാനുള്ള വൈഭവം നാരദ മഹർഷിക്കുണ്ട് എന്നാണ്. അപ്പോൾ നാരദ മഹർഷി വന്നു എന്ന് കേട്ടതോടുകൂടി കംസൻ വളരെ സന്തോഷത്തോടുകൂടി നാരദ മഹർഷി എതിരേറ്റു. നാരദ മഹർഷി പറയുന്നു, ഞാൻ ചില സത്യങ്ങൾ പറയാം, അത് കേട്ടിട്ട് ഒരിക്കലും ഞെട്ടിപ്പോവരുത് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാൻ ആരംഭിക്കുന്നത്. ഞാൻ ഈ വരുന്ന വഴിക്ക് മന്ദരപർവ്വതത്തിൻ്റെ ആ പരിസരത്ത് വെച്ചിട്ട് ചില സംഭവങ്ങളൊക്കെ കേട്ടു. അതായത് മഹാവിഷ്ണു ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ളതും അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അവതാരം എന്നുള്ളതും ദേവകീദേവിയുടെ പുത്രനായിട്ടാണ് അവതരിക്കുന്നത്, 8ാമത്തെ പുത്രനായിട്ടാണ് അവതരിക്കുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് സത്യമാവാതിരിക്കില്ല. പിന്നെ അങ്ങയുടെ ഒരുപാട് ആളുകൾ അങ്ങക്ക് വേണ്ടപ്പെട്ടവരുണ്ട് ഇവിടെ. പക്ഷേ വിഷ്ണുവിൻ്റെ പക്ഷത്തുള്ളവരും ധാരാളമുണ്ട്. അതുകൊണ്ട് ഉണ്ണിയെ കൊല്ലാതെ വിട്ടു എന്നതൊട്ടും ശരിയായില്ല എന്ന് നാരദ മഹർഷി പറയുന്ന സമയത്ത് കംസന് തോന്നി നാരദ മഹർഷി പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത്. അഭ്യുദയകാംക്ഷിയാണ് നാരദ മഹർഷി എന്ന് തോന്നി കംസന്. ആ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ശ്രീശുക ഉവാചാം സ്വസുർവധാന്യവൃതേ കംസസ്തദ്വാക്യസാരവേത് വസുദേവോപി തം പ്രീത പ്രശസ്യ പ്രാവിശദ്ഗൃഹം അഥ കാല ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം കീർത്തിമന്തം പ്രഥമജം കംസായാനകദുന്ദുഭി അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദതിവിഹ്വല കിം ദുസ്സഹം സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിമകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം ദൃഷ്ട്വാ സമത്വം തച്ഛൗരേः സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാരാജൻ പ്രഹസന്യതമബ്രവീത് പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാൽ ഇവയോർഗർഭാൽ മൃത്യുർമേ വിഹിത കില തഥേതി സുതമാദായ യയാവാനകദുന്ദുഭി നാഭ്യനന്ദത തദ്വാക്യമസദോ വിജിതാത്മന നന്ദാദ്യായേ വ്രജേ ഗോപാ വ്യാശ്ചാമീഷാം ജയോഷിത വിഷ്ണയോ വസുദേവാദ്യ ദേവക്യാദ്യായ ദുസ്ത്രിയാ സർവേ വൈ ദേവതാപ്രായാഃ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസമനോവ്രതാഃ ഏതത് കംസായ ഭഗവാൻ ശശംസാഭ്യേത്യ നാരദ
ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ജവധോദ്യമം ഋഷേർവിനിർഗമയ കംസോ യദൂന്മത്വാസുരാനിധി ദേവഖ്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി ദേവകീം വസുദേവം ച നിഗൃഹ്യ നിഗടൈർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോരജനശങ്കയാ മാതരം പിതരം ഭ്രാതॄൻ സർവാംശ്ച സുഹൃതസ്തഥാ ഗ്രന്ഥിഹ്യസുതൃപോ ലുബ്ധ രാജാനപ്രായശോ ഭുവി ആത്മാനമിഹ സഞ്ജാതം പ്രാജാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമ്യം യദുപി സവ്യരുദ്ധ്യത ഉഗ്രസേനോഞ്ച പിതരം യദുഭോജാന്ധകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബലാം. ഹരേ കൃഷ്ണ. നാരദ മഹർഷിയുടെ വാക്ക് കേട്ട് സത്യമാണെന്ന് വിചാരിച്ച് കംസൻ ദേവകീദേവിയുടെ പ്രസവിച്ച ഓരോ കുഞ്ഞുങ്ങളെയും കരിങ്കില്ലരടിച്ചു കൊല്ലുന്ന ഒരു ദൃശ്യം കാണേണ്ട ഗതികേട് ആ അച്ഛനമ്മമാർക്ക് വന്നു ചേർന്നു എന്നാണ്. ജാതം ജാതമഹൻ പുത്രം തയോരജനശങ്കയ. അവസാനം ആ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിലടച്ചു. അതിൻ്റെ ശേഷം ഉഗ്രസേനൻ ഇതിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊന്നും പ്രവർത്തിക്കരുത് ഉണ്ണി, അത് അധാർമികമായ കാര്യമാണോ എന്ന് പറയുന്ന സമയത്ത് ഉഗ്രസേനനെ കംസൻ അനുസരിച്ചില്ല. പിന്നീട് ശ്രീല പ്രഭുപാദർ പറയുന്നു വ്യാഖ്യാനത്തിൽ, ഈ ഉഗ്രസേനൻ്റെ ആളുകളും മധുരയിലെ പിന്നെ കംസൻ്റെ ആളുകളും തമ്മിലൊരു സംഘട്ടനം ഉണ്ടായി എന്നാണ്. അതിൽ ഉഗ്രസേനനെ അനായാസമായി തോൽപ്പിച്ച് കംസൻ്റെ ആളുകൾ വിജയം പ്രഖ്യാപിച്ചു. എന്നിട്ട് കംസൻ ഉഗ്രസേനനെ കാരാഗൃഹത്തിലടച്ചു. പിന്നെ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ള അനവധി സജ്ജനങ്ങളുണ്ട് ഈ മധുരയിൽ. ഇവരെല്ലാം പല വഴിക്കും ഓടി രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ ഈ കംസൻ തൻ്റെ ആ സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്ത് സ്വയം രാജാവായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ട് അഭിമാനിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ശ്രീശുക ഉവാചാം പ്രലംബകചാണൂരതൃണാവർത്തമഹാശനൈഃ മുഷ്ടികാരിഷ്ടദിവിധപൂതനാകേശിതേനുകൈ അന്യൈശ്ചാസുരഭൂപാലൈർബാണഭൗമാദിഭിർയുധാ യദൂനാം കഥനം ചക്രേ ബലേമാഗത സംശയാം തേ പീഡിതാനി വിദിഷു കുരു പഞ്ചാലകേകയാൻ സാൽവാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാന്യപി ഏകേതമരുന്ധാന ജ്ഞാതയ പര്യുപാസതേ അതേഷു ഷട്സു ബാലേഷു ദേവക്യാ ഔഗ്രസേനിനാം സപ്തമോ വൈഷ്ണവം നാമ യമനന്തം പ്രചക്ഷതേ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോകവിവർദ്ധനാം ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശൽ ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാംശ കംസസംവിഘ്ന വിവരേഷു വസന്തിഃ ദേവക്യാം ജഠരേ ഗർഭം ശേഷാഖ്യം ധാമ മാമകം തൽസന്യകൃഷ്യ രോഹിണ്യാ ഉദരേ സന്നിവേശയാ അഥാഹമംശഭാഗേന ദേവക്യാ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വര്യം ധൂപോപഹാരബലിഭിः സർവാകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവി കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച
ഗർഭസംഘർഷണാർത്ഥം വൈ പ്രാഹുസംഘർഷണം ഭുവി രാമേതി ലോകരമണാത് ബലം ബലവതുശ്രയാൽ സന്ദിഷ്ടൈവം ഭഗവതാ തഥേത്യോമിതി തദ്വചാം പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗതാ തഥാ കരോൽ ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണീം യോഗനിദ്രയാ അഹോ വിശ്വംസിതോ ഗർഭ ഇതി പൗരാ വിചുക്രുശോ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കര ആവിവേശാംശഭാഗേന മന ആനഗതുന്തുപേഃ സവിഭ്രൽ പൗരുഷം ധാമ ഭ്രാജമാനോ യഥാരവി ദുരാസതോതി ദുർധർഷോ ലോകാനാം ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായഥാനന്ദകരം മനസ്താ സാ ദേവകീ സർവജഗം നിവാസഭൂത നിതരാം നരേജേ ഭോജേന്ദ്രഗേ അഗ്നിശിഖേ വരുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാ സതി താം വീക്ഷ്യ കംസപ്രഭയാര്യതാന്തരാം വിരോചയന്തിം ഭവനം ശുചിസ്മിതാം ആഹർഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രുതോയെന്ന പുരേയമീദൃശി കിമദ്യ തസ്മിൻ കരണീയമാശ്വമേ യദർത്ഥതന്തോ ന വിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുർഗുരുമത്യാവധോയം യശശ്രിയം ഹന്തി അനുകാലമായോ സ ഏഷ ജീവൻ ഖലു സംപരേതോ വർത്തേതയോത്യന്തനൃശംസിതേന ദേഹേ മൃദേ ത്വം മനുജാശമന്തി ഗന്ധാതമോന്ധം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാൽഭാവാൽ സംനിവൃത്ത സ്വയം പ്രഭോ ആസ്തേ പ്രതീക്ഷം സ്തദ്യന്മ ഹരേർവൈരാനുബന്ധകൃത് ആസീന സംവിശംസ്തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം അവശ്യൽ തന്മയം ജഗത് ബ്രഹ്മാ ഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിः ദേവൈः സാനുചരൈः സാകം ഗീർഭിർവൃഷണമയിടയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോऽസൗ ദ്വിഫലസ്ത്രിമൂലശ്ച പഞ്ചവിധ ഷഡാത്മാ സപ്തത്വഗഷ്ടവിടപോ നവാക്ഷോ ദശച്ഛദേ ദ്വിഖഗോഹ്യാദിവൃക്ഷ ത്വമേക ഏവാസ്യ സതപ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ ബിഭർഷിരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാമഭദ്രാണി മുഹുഖലാനാം ത്വയ്യംബുജാക്ഷാഖിലസത്വധാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദപോതേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാഭ്യം സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദഭ്രസൗഹൃദാഃ ഭവൽപദാംഭോരുഹനാവമത്ര തേ നിധായ യാതാ സദനുഗ്രഹോ ഭവാൻ യേന്യേരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയാ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തദാ പദന്ത്യഥോ നാദൃതയുഷ്മദംഘ്രയാ തഥാ ന തേ മാധവ താവകാഃ ക്വചിൽ ഭ്രശ്യന്തി മാർഗാത് ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാഃ വിനായകാനേകപമൂർധസു പ്രഭോ സത്വം വിശുദ്ധം ശയത്തെ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയവായനം വപു വേദക്രിയാ യോഗതപസ്സമാധിഭിः തവാർഹണം യേന ജനഃ സമീഹതേ സത്വം ന ധാതരിതം നിജം ഭവേൽ വിജ്ഞാനമജ്ഞാനഭിതാപമർദ്ദനം ഗുണപ്രകാശൈരനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ച യേന വാ ഗുണാ ന നാമരൂപേ ഗുണജന്മകർമ്മഭിः നിരൂപിത വേദവതസ്യ സാക്ഷിണാം മനോവചോഭ്യാമനുമേയവർത്മനോ ദേവക്രിയായാം പ്രതിയന്ത്യഥാഭിः ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ
ദിഷ്ട്യാ ഹരേസ്യാ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേഷിതോ ദിഷ്ട്യാംഗിതാം ത്വൽപദവേ സുശോഭനൈ ദക്ഷ്യാമഗാം ദ്യാം ച തവാനുകമ്പിതാം ന തേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം ബദതർക്കയാമഹേ ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതായതസ്ത്വയ്യഭയാശ്രയാത്മനി മത്സ്യാശ്വകക്ഷപനസിംഹവരാഹംസരാജന്യ വിപ്രബുധേഷു കൃതാവതാര ത്വം പാസ്തി നസ്ത്രിഭുവനം തേ യഥാധുനേശ ഭാരം ഭോ ഹരയദോത്തമ വന്ദനം തേ ദിഷ്ട്യാംബ തേ കുക്ഷിഗത പരപ്പുമാൻ അംശേന സാക്ഷാൽ ഭഗവാൻ ഭവായ മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോ ഗോപ്തായദൂനാം ഭവിതാ തവാത്മജ ശ്രീശുകൗവാച യത്യഭിഷ്ടോയ പുരുഷം യദ്വപമനിതം യഥാ ബ്രഹ്മേശാനോ പുരോധായ ദേവാः പ്രതിയയുർദിവം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണുർബ്രഹ്മാധികൃതസ്തുതിർനാമ ദ്വിതീയോധ്യായം. ഹരേ കൃഷ്ണ. കംസൻ സ്വന്തം നിലയ്ക്ക് രാജാവിൻ്റെ സിംഹാസനം പിടിച്ചടക്കി. പിന്നെ കംസൻ്റെ ആളുകളാണ് ഈ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് എന്നാണ്. ഒരുപാട് പ്രലംബ, ബക, ചാണൂര, മുഷ്ടികൻ, ധേനുകൻ, പിന്നെ അനേകം പല പല സ്ഥലത്തിൽ ദുഷ്ടന്മാരായ രാജാക്കന്മാരും കംസന് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് സജ്ജനങ്ങളായിട്ടുള്ള യാദവന്മാരെ മുഴുവൻ ദോഹിക്കാൻ തുടങ്ങി. പലരും പല സ്ഥലങ്ങളിലും പോയിട്ട് പല സ്ഥലങ്ങളിലേക്കും അവിടുന്ന് പലായനം ചെയ്തു എന്നാണ്. എന്നാൽ അവിടുന്ന് ഭഗവാൻ അവതരിക്കുമെന്ന് ചില പ്രഭുപാദർ പറയുന്ന വ്യാഖ്യാനത്തിൽ ഭഗവാൻ അവതരിക്കും എന്ന് അവർക്ക് അറിയാം ഒരുപാട് സജ്ജനങ്ങൾക്ക്. അതുകൊണ്ട് ഭഗവാന്റെ ആഗമനത്തിനായിട്ട് അവർ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും സഹിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാരത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം പേര് സജ്ജനങ്ങൾ മധുരയിൽ തന്നെ തങ്ങി നിന്നു എന്നാണ്. അങ്ങനെ കംസൻ 6 ഉണ്ണികളെ വളരെ ക്രൂരമായിട്ട് കരിങ്കല്ലിലടച്ച് കൊല്ലുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം കണ്ടു നിൽക്കേണ്ട ഗതികേട് വസുദേവർക്കും ദേവരിക്കും വന്നു ചേരുന്നു എന്നാണ്. പിന്നീട് 7ാമത് സപ്തമ വൈഷ്ണവം നാമയം അനന്തം പ്രചക്ഷതേ. വൈഷ്ണവം ധാമമായിട്ടുള്ള ആദി സംഘർഷണമൂർത്തി ദേവകീദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ്. ഇതിനെക്കുറിച്ച് ശ്രീല പ്രഭുപാദര വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതായത് കാമക്രോധ മോഹ ലോഭ മത മാത്സര്യങ്ങളുടെ പ്രതിരൂപങ്ങളാണ് ദേവകീദേവിയുടെ 6 പുത്രന്മാർ എന്ന്. അപ്പോൾ അവർ നശിച്ചു കഴിഞ്ഞാൽ, അതില്ലാതെയായി കഴിഞ്ഞാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ ആണ് ഈ ഭഗവാനെ ഉൾക്കൊള്ളാനൊരു ബലം വേണം, ശക്തി വേണം. അതിന് വേണ്ടിയിട്ടാണ് ആദിസംഘർഷണമൂർത്തി, വൈഷ്ണവം ധാമമായിട്ടുള്ള ആദിസംഘർഷണമൂർത്തി ദേവകീദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ്. അവിടെ പരിശുദ്ധമാക്കി തീർക്കണം ദേവകീദേവിയുടെ ആ ഗർഭം. അതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള ബലം കൊടുക്കാനാണ്. ബലം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബലരാമൻ അവിടെ വന്നു ചേർന്നത് എന്നാണ്. 4 മാസമായി കഴിഞ്ഞു ഗർഭം. അപ്പോൾ ജനങ്ങളുടെ ആ ദുഃഖം സഹിക്കാൻ, ഭക്തന്മാരുടെ ദുഃഖം സഹിക്കാൻ പറ്റില്ല. ഭഗവാൻ പറയുന്നു സർവം സഹേനമൽ ഭക്തദ്രോഹം എന്നാണ്. ഭക്തന്മാരെ ദ്രോഹിക്കുന്നത് ഭഗവാൻ തീരെ സഹിക്കാൻ സാധിക്കില്ല. അവരുടെ ആ സഹായത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ സകല ബ്രഹ്മാണ്ടങ്ങളെയും ഭേദിച്ച് ഗോലോകം വരെ, കൃഷ്ണൻ്റെ ലോകം വരെ എത്തിച്ചേർന്നു. ഇത് കേട്ടതോടുകൂടി ഭഗവാൻ ആലോചിക്കുന്നു, ഇനി തനിക്ക് താമസിപ്പിക്കാൻ നിവർത്തില്ല. ഭക്താനാം ദൈന്യമേവസ്യാൽ ഹരിതോഷണ കാരണം എന്നാണ്. നഹി സാധന സമ്പത്യ ഹരിതുഷ്യതി കേവലം ഭക്താനാം ദൈന്യമേവസ്യാൽ ഹരിതോഷണ കാരണം എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ആ ധാമത്തിലെത്തിയിട്ടുള്ള ആ ദുഃഖത്തിൻ്റെ ശബ്ദങ്ങൾ, അപേക്ഷയുടെ ശബ്ദങ്ങൾ ഭഗവാൻ കേട്ടു. ഇനി തൻ്റെ ഭക്തന്മാരെ അധികം ബുദ്ധിമുട്ടിക്കാൻ വയ്യാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ യോഗമായയോട് പറയുന്നു,
ഭഗവാന്റെ ഇൻറ്റേർണൽ പൊട്ടൻസി, ഭഗവാൻ നിയന്ത്രണത്തിനുള്ള സ്വന്തം മായയാണ് യോഗമായ എന്ന് പറയുന്നത്. യോഗമായ ദേവിയോട് പറയുന്നു, ദേവി മധുരയിൽ ഭൂമിയിൽ പോകണം, മധുരയിൽ എത്തിച്ചേരണം. ആ മധുരയിൽ എൻ്റെ അമ്മയാവാൻ പോകുന്ന ദേവകി ദേവിയിൽ എൻ്റെ ആദിസംകർഷണമൂർത്തിയുടെ അവിടുന്ന് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പം 4 മാസമായിട്ടുള്ളൂ. ആ ഗർഭത്തിനെ ആകർഷിച്ച് എടുത്ത് ഗോകുലത്തിൽ നന്ദഭവനത്തിൽ വസിക്കുന്ന രോഹിണി ദേവിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. വസുദേവരുടെ പത്നിമാർ പല സ്ഥലത്തേക്കും പലായനം ചെയ്ത കൂട്ടത്തിൽ രോഹിണി ദേവി എത്തിച്ചേർന്നത് നന്ദഗോകുലത്തിലാണ്. നന്ദഗോപരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ രോഹിണി ദേവി ഉള്ളത്. ആ രോഹിണി ദേവിയിലേക്ക് ഈ ഗർഭത്തിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഗോകുലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദേവിക്കൊരു പക്ഷേ വളരെയധികം ആകർഷണം തോന്നാം ആ ഒരു അന്തരീക്ഷത്തിനോട്. അങ്ങനെയാണെങ്കിൽ ദേവി യശോദാപുത്രിയായിട്ട് അവതരിക്കൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേവിയെ പല വിധത്തിലും അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരപ്രദാം നാമധേയാനി കുറുവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച മായ നാരായണീശാനി ശാരദേത്യംബികേതി ച പല രൂപങ്ങളിലും ഭാവങ്ങളിലും ലോകത്തിൽ അനുഗ്രഹിക്കാനായിട്ട് ദേവിക്ക് സാധിക്കും. ലോകത്തിന് മുഴുവൻ പൂജകളും ഏറ്റുവാങ്ങാൻ ദേവിക്ക് സാധിക്കും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആദിസംകർഷണമൂർത്തിയുടെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ യോഗമായ ദേവി മധുരയിൽ എല്ലാം അദൃശ്യമായ രൂപത്തിൽ, അതാണ് അഘടിത ഘടനാ പരീയസീയമായ എന്ന് പറയും. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് യോഗമായയ്ക്ക് വൈഭവമുണ്ട് എന്നാണ്. ആ ഗർഭത്തിനെ ആകർഷിച്ച് എടുത്ത് രോഹിണി ദേവിയിലേക്ക് മാറ്റി എന്നാണ്. ഒരു സ്വപ്ന ദർശനം പോലെയാണ് രോഹിണി ദേവിക്ക് തോന്നിയത് എന്നാണ്. ആ ദിവ്യമായിട്ടുള്ള ചൈതന്യവുമായിട്ട് യോഗമായ ദേവി എത്തിച്ചേർന്ന സമയത്ത് രോഹിണി ദേവിയെ എഴുന്നേൽപ്പിച്ചിരുത്തി യോഗമായ ദേവി എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട പുത്രി, ഞാൻ എൻ്റെ ഈ മകൾ ഈ കുഞ്ഞിൻ്റെ ചൈതന്യം ദേവിയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിയോഗമുണ്ട് അതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ ആ ഗർഭത്തിനെ രോഹിണി ദേവിക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ്. അപ്പോഴേക്ക് മധുരയിലെ ജനങ്ങൾ മുഴുവൻ ആലോചിക്കുന്നു, കംസനോടുള്ള ഭയം കൊണ്ട് ദേവകി ദേവിയുടെ ഗർഭം നഷ്ടപ്പെട്ടു പോയി എന്നത്. ദേവകി ദേവിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം. കംസനാണെങ്കിൽ സംശയഗ്രസ്തമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇത് നഷ്ടപ്പെട്ടു പോയത് 7ാമതായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? പിന്നെ ഇനി വരാൻ പോണത് 7ആണോ 8ആണോ? അതുകൂടെ സംശയഗ്രസ്തമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്തായാലും കംസൻ ഇനി ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് വലിയ കാരാഗൃഹം. ആ കാരാഗൃഹത്തിൽ വസുദേവരെ ഒരു ഭാഗത്ത് ഇരുമ്പ് ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചു. ദേവകി ദേവിയെയും മറ്റൊരു ഭാഗത്ത് പരസ്പരം കാണാൻ പോലുള്ള അവസരം കൊടുക്കാതെ ആണ് ഇരുമ്പ് ചങ്ങലയെ കൊണ്ട് ബന്ധിച്ച് നിർത്തി എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള കൂരിട്ട് നിറഞ്ഞിട്ടുള്ള ആ വലിയ കാരാഗൃഹത്തിൻ്റെ ഒരറ്റത്ത് ദേവകി ദേവി, ഒരു ഭാഗത്ത് വസുദേവരെ. പരസ്പരം കാണാൻ പോലും സാധിക്കുന്നില്ല എന്നാണ്. നമ്മളുടെ യുക്തിക്ക് അതീതമായിട്ടുള്ള ഭഗവാന്റെ വൈഭവമാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. വസുദേവര് ഭഗവാനെ എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് വസുദേവര് എന്നാണ്. വസുദേവരുടെ ഹൃദയത്തിൽ സ്വതവേ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ക്ഷീരോദകശായിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായെന്നാണ്. അപ്പോൾ ഈ ഗോലോകേശ്വരനായിട്ടുള്ള ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനേകം അംശങ്ങളുണ്ട്. ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, പിന്നെ നരസിംഹമൂർത്തി, എല്ലാ അവതാരങ്ങളുടെയും പൂർണ്ണമായിട്ട് പ്രഭാവത്തോടു കൂടിയിട്ട് വസുദേവരിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ഇത് യുക്തിക്ക് നമ്മൾക്ക് യോജിക്കുന്നതല്ല, പക്ഷേ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നതാണ്. അപ്പോൾ ആ സമയത്ത് വസുദേവര് ഗുരു മഹാരാജ് പറയാറുണ്ട്, വിശുദ്ധ സത്വം എന്നുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു എന്നാണ്. വിശുദ്ധ സത്വമായിട്ട് വസുദേവര് മാറി എന്നാണ്. വസുദേവരുടെ ആ രൂപത്തിന് തന്നെ വ്യത്യാസം വന്നു. ഭ്രാജമാനോ യഥാരവി എന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രകാശം വസുദേവരിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിന്നുകൊണ്ട് ദേവകി ദേവിക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ദേവകി ദേവി ചോദിക്കുന്നു,
ഈ സന്ദർഭത്തിൽ അവിടത്തേക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുന്നത് എന്ന് വസുദേവർ ദേവകി ദേവിയോട് പറയുന്നു. ദേവകി, എനിക്ക് ദുഃഖങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ ദിവ്യമായിട്ടുള്ള ഒരു ബാലൻ്റെ രൂപം ഞാൻ നേരിട്ട് കാണുന്നു. അതിൻ്റെ ആനന്ദ ആശുക്കൾ ദേവകി ദേവിക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും. ദേവകി ദേവി പറയുന്നു, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒന്നും കാണാൻ സാധിക്കില്ല, ദുഃഖങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഉപദേശം തന്നു കഴിഞ്ഞാൽ എനിക്കതൊന്ന് കാണാമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഗുരു ശിഷ്യ ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൽ നിന്നും ശിഷ്യൻ എങ്ങനെയാണോ ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം ഏറ്റുവാങ്ങുന്നത്, അതേപോലെയാണ് വസുദേവരിൽ നിന്നും ദേവകിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചത് എന്നാണ്. പ്രപഞ്ചകോടികളെ നിയന്ത്രിക്കുന്ന ഈ ഭഗവാന് എവിടുന്നും എവിടേക്കും പ്രവേശിക്കാൻ സാധിക്കും. ഭഗവാന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, ഹൃദയത്തിൽ നിന്ന് ഗർഭത്തിലേക്ക് വരാൻ സാധിക്കും, ഒരണുവായിട്ട് മാറാൻ സാധിക്കും ഭഗവാന് എന്നാണ്. അണോരണിയാൻ മഹത്തോ മഹീയാൻ എന്നാണ് പറയുന്നത്. എന്തും സാധിക്കും ഭഗവാന്. അപ്പോൾ ഭഗവാന്റെ വൈഭവത്തിൽ നമ്മൾക്ക് ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. സംശയിച്ചു കഴിഞ്ഞാൽ സംശയാത്മാ വിനശ്യതി എന്നാണ്, നശിച്ചു പോകും ഭഗവാനെ സംശയിക്കുന്നവരെ എന്ന് ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ദേവകി ദേവിയിലേക്ക് ഇപ്പോൾ ആ ഗർഭം പ്രവേശിച്ചതോട് കൂടിയിട്ട് ദേവകി ദേവി എന്തെന്നില്ലാത്ത പ്രകാശത്തിനെ പ്രാപിച്ചു എന്നാണ്. അതാണ് തതോ ജഗൻ മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാ ആത്മബോധം കാഷ്ഠായഥാനന്ദകരം മനസ്ഥ സാ ദേവകി സർവജഗം നിവാസഭൂതാ നിതരാം നരേജേ. ആ ജയിലിൽ മുഴുവൻ ദേവകി ദേവിയിൽ നിന്നും വരുന്ന പ്രകാശം തിങ്ങി വിങ്ങി നിറഞ്ഞ് ഒരു കുടത്തിനുള്ളിൽ വെച്ച വിളക്ക് പോലെ എന്നാണ് പറയുന്നത്. ജയിലിൻ്റെ പുറത്തേക്ക് ആ പ്രകാശം ഉണ്ടായില്ല, ജയിലിൻ്റെ ഉള്ളിൽ ആ പ്രകാശം തിങ്ങി വിങ്ങി നിറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ഉള്ള ആ ഒരു ആവേശത്തോടുകൂടെ എന്നാണ്. കംസൻ ആലോചിച്ചു, എന്തായാലും തൻ്റെ സഹോദരിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാം എന്ന് വിചാരിച്ച് ആ ജയിലിൽ ചെന്ന് തുറന്നതോട് കൂടിയിട്ട് കംസനിലേക്ക് ഒരു ദിവ്യമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നീല തേജസ് അടിച്ചു ചേരുന്നതായിട്ട് കംസൻ കാണുന്നു. ഇത് കംസൻ ആകെക്കൂടി പരിഭ്രമിച്ചു. താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ശത്രു തന്നെയാണോ ദേവകി ഗർഭത്തിലുള്ളത് എന്ന് ആലോചിക്കുന്നു. ജയിലിൻ്റെ വാതിലുകൾ വലിച്ചടച്ചു, കാരാഗ്രഹത്തിൻ്റെ പുറത്തു നിന്നു എന്നിട്ട് ആലോചിച്ചു. അരയിൽ നിന്നും വാള് വലിച്ചൂരി എന്നിട്ട് ആലോചിച്ചു, താൻ ഇപ്പോൾ കൊന്നാലോ ദേവകി ദേവിയെ എന്ന്. അപ്പോഴാണ് കംസൻ ആലോചിച്ചത്, സ്ത്രീയാ സ്വസുർ ഗുരുമത്യ വധോയം യശസ്ത്രീയം അന്ത്യനുകാലമായു. സ്ത്രീയാണ്, പിന്നെ തൻ്റെ സഹോദരിയാണ്, കൂടാതെ ഗർഭിണിയുമാണ്. കൊന്നു കഴിഞ്ഞാൽ എന്ത് പറയും തന്നെക്കുറിച്ച് ജനങ്ങൾ എന്ന് കംസൻ ആലോചിച്ചു. അതിനുശേഷം കംസൻ തൻ്റെ കാവൽക്കാരെ പ്രത്യേകം വിളിച്ചു. ഈ ജയിലിൻ്റെ ഉള്ളിൽ കാരാഗൃഹത്തിൽ എന്ത് സംഭവിച്ചാലും ഉടനെ അറിയിച്ചോളണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം കംസൻ തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പിന്നീട് 11 വർഷക്കാലം കംസന് മറ്റൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല. ഈ വിഷ്ണു എന്നാണ്, വ്യാപന സ്വരൂപമുള്ള ഈശ്വരനെ വിഷ്ണു എന്ന് പറയുന്നു. ഭഗവാനെയും വിഷ്ണു എന്ന് പറയും. ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞ വൈഷ്ണവ ചൈതന്യമാണ് ഇപ്പോൾ കംസൻ കണ്ടത്. അതിനെക്കുറിച്ച് മാത്രം കംസൻ ചിന്തിച്ചു. ആസീന സംവിശം തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹിം ചിന്തയാനോ ഋഷികേശം അപശ്യൽ തന്മയം ജഗൽ. ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും സദാസമയത്തും ചിന്തിച്ചു. ഭക്തന്മാർ ഭഗവാനെ ഭക്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ ചിന്തിക്കുന്നത് പോലെ ഭയത്തോടുകൂടെ കംസൻ ആ വിഷ്ണുവിനെ തന്നെ ചിന്തിക്കുന്നു. അപ്പോൾ അവശ്യ തന്മയം ജഗൽ, കാണുന്നതെന്തും വിഷ്ണുവായിട്ട് ഭയത്തോടുകൂടെ കംസൻ കാണുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ താൻ ഇരിക്കുന്നതിന് നേരെ താഴെ വന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് തോന്നും, ചാടി എഴുന്നേൽക്കും. കിടക്കാൻ നിവൃത്തില്ല, കിടക്കയുടെ അടിയിലുണ്ടോ എന്നുള്ളത് തോന്നും. ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, കാരണം ഊണ് കഴിക്കാൻ പുറപ്പെട്ടാൽ അതിൻ്റെ ചോറിൻ്റെ ഉള്ളിലെങ്ങാനുണ്ടോ തോന്നും, ഊണ് കഴിക്കാൻ സാധിക്കുന്നില്ല. ഭാര്യമാരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞ ചാടി എഴുന്നേൽക്കും. പിന്നെ കുളിക്കാൻ നിവൃത്തിയില്ല, കാരണം കുളിച്ചാൽ മത്സ്യമായി ജനിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, തന്നെ എങ്ങനെ വിഴുങ്ങിയാലോ. ഇങ്ങനെ അവശ്യ തന്മയം ജഗൽ. ഏകദേശം ഒരു 8 മാസം ആവാറായി, ആ ഗർഭം പരിപൂർണമായി എന്നാണ്. ആ സമയത്താണ് ബ്രഹ്മാഹവശ്ചതത്രൈത്യ മുനിഭിരനാരദാദിഭി ദേവയസാനുജരേ സാഗം ഗേഭിർവൃഷണമയിടയൻ. അവിടെ ദേവന്മാർ, ബ്രഹ്മാവ്, മഹാദേവൻ, പിന്നെ
മറ്റ് നാരദാദി മഹർഷിമാർ, സകല മഹർഷിമാരും ദേവൻ എല്ലാവരും ഒന്നിച്ച് അവരുടെ ദിവ്യമായിട്ടുള്ള പ്രഭാവം കൊണ്ട് ആ കാരാഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അദൃശ്യമായ ഭാവം, മറ്റുള്ളവർക്ക് ഭൗതികന്മാർക്ക് അദൃശ്യമായ ഭാവത്തിലാണ് അവർ ആ മധുരയിലെ കാരാഗൃഹത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ്. അങ്ങനെ കാരാഗൃഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ദേവന്മാർ, മഹാദേവൻ, നാരദാദി മഹർഷിമാർ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിക്കുന്നു എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് സ്തുതിക്കുന്നതിൽ അനേകം ആശയങ്ങൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹാം. സത്യവ്രതം സത്യപരം ഭഗവാൻ സത്യവ്രതനാണ് ഭഗവാൻ എന്നാണ്. സത്യവ്രതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാർക്കോട് ഭഗവാൻ സത്യം ചെയ്യിക്കും. കാരണം എന്താ? നമ്മെ ഭക്തപ്രണശ്യതി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്ന കൗന്ദേയ പ്രതിജാനിഹി നമ്മെ ഭക്തപ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് അർജുന ഉറക്ക പ്രതിജ്ഞ ചെയ്യുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സത്യപരം, സത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായുള്ള അവസ്ഥയാണ് ഭഗവാൻ. ത്രിസത്യം, അതായത് 3 കാലങ്ങളിലും വർത്തമാനം, ഭൂതം, ഭാവി മുതലായിട്ടുള്ള 3 കാലങ്ങളിലും സത്യമായി നിൽക്കുന്നത് ഭഗവാൻ തന്നെ എന്നാണ്. സത്യസ്യ യോനിം, സത്യത്തിൻ്റെ ഇരിപ്പിടം ഭഗവാനാണ്. നിഹിതം ച സത്യേ, സത്യത്തിലാണ്, സത്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ്. സത്യസ്യ സത്യമൃത സത്യനേത്രം, സത്യമായിട്ടുള്ള ആ കാഴ്ചപ്പാടുള്ളയാളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനാണെങ്കിൽ ഈ സ്തുതി കേൾക്കുന്ന സമയത്ത് ഭഗവാൻ ആഗ്രഹം തോന്നിയത് എന്താ? ഭക്തിയുടെ ദിവ്യമായ മഹിമകൾ പറഞ്ഞുകൊണ്ട് വേണം ബ്രഹ്മാവ് സ്തുതിക്കാൻ. കാരണം കൃഷ്ണാവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ഭക്തൻ ഏത് വിധത്തിൽ ആളുകളെയും തന്നിലേക്ക് ആകർഷിച്ച് തൻ്റെ ലോകത്തിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടാണ് ഭഗവാന്റെ അവതാരം. അതിനെക്കുറിച്ച് പറയണം ഭഗവാൻ ബ്രഹ്മാവ് എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അതാണ് പറയുന്നത്. ത്വയ്യംബുജാക്ഷാഖില സത്വധാംനേ സമാധിനാവേശിതചേതസൈകേ ത്വൽപാദപോദേന മഹൽകൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ദി. അംബുജാക്ഷ എന്ന് വിളിക്കുന്നു. അതായത് ഭഗവാന്റെ ആ കണ്ണുകൾ എങ്ങനെയാണ്? താമരപ്പൂവിൻ്റെ ഉള്ളിലെ എതള് പോലെ മൃദുല നീണ്ടിടംപെട്ട മനോഹരമായ കണ്ണുകളാണ് എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ആ കണ്ണ് അഖില സത്വധാമ്യ സമാധിനാവേശിത, ഭഗവാനെ ഈ രൂപത്തിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട്, കൃഷ്ണൻ്റെ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് നിരന്തരം സേവിക്കുന്ന ഭക്തന്, ശരണാഗതി പ്രാപിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ ഭഗവാൻ ഈ സംസാരമാകുന്ന സാഗരം വെറും ഒരു പശുക്കുളമ്പിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം പോലെ നിസ്സാരമായിട്ട് മാറുന്നു എന്നാണ്. ഭഗവാൻ തുൽപാദബോധേന കുർവന്തി ഗോവത്സപദം ഭവാബ്ദി. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കാനുള്ള സംസ്കാരം ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ, ഭഗവത്ഗീതയിൽ കൂടെ, അനേകം പുരാണങ്ങളിൽ കൂടെ ഇവിടെ തന്നിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ആ കടന്നു പോകാനുള്ള തോണി ഇവിടെ തന്നെ വെച്ചിട്ടാണ് മഹാത്മാക്കളൊക്കെ പോയിട്ടുള്ളത് എന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി കൊണ്ടുപോയിട്ടില്ല, എവിടെ വെച്ചിരിക്കുകയാണ്? മഹാഭാരതം അത് നമ്മൾക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതേപോലെ ഭഗവത്ഗീത നമ്മൾക്കിവിടെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. പുരാണങ്ങൾ, ഭഗവാന്റെ നാമം, ആചാര്യന്മാരൊക്കെ നമ്മൾക്ക് അതിനുള്ള ഉപായം ഇവിടെ തന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടാണ് പോയിരിക്കുന്നത് എന്നാണ്. പിന്നെ ഭഗവാന്റെ വെറും ഭഗവാന്റെ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ചിട്ടും സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാരുണ്ട്. അവരാണെങ്കിൽ ആരുഹ്യ കൃച്ഛേണ പരം പദം തഥ പദം യഥോനാദയുഷ്മദംഘ്രയ. അവര് അനേകം ഒരുപാട് കഷ്ടപ്പെട്ട് അവര് ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് അവസാനം ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവമായിട്ടുള്ള തേജസ്സിൻ്റെ ആ ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേരുന്ന സമയത്ത് അവർക്ക് തോന്നും അനാദൃതയുഷ്മദംഘ്രയ, എന്ത് ഭാഗവതം, എന്ത് ഭക്തന്മാർ, എന്ത് സേവ, എന്ത് സേവനം, ശ്രവണം, കീർത്തനം, വിഷ്ണോപദന പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ഇതെല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കും.
ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിച്ച ഭക്തന്മാരെ അവരെ അവഗണിക്കുന്നതോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യണോ, ജ്ഞാനികളായിട്ടുള്ളവർ പതന്തി അഥവാൻ ആതുതയുഷ്മതഗ്രയ, അവർ നേരെ അധപ്പതനം സംഭവിക്കുന്നവർക്ക്. പക്ഷേ ഭക്തൻ ഒരിക്കലും അധപ്പതനം സംഭവിക്കുന്നില്ല എന്നാണ്. അഥവാ സേവ മുഴുവനാക്കാൻ സാധിക്കാതെ ആ ആൾ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും അതേ സംസ്കാരത്തോടുകൂടെ വീണ്ടും ജനിച്ച് ആ സേവയിൽ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് പുനരാരംഭിച്ച് അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും എന്ന്. ഇതാണ് ഭഗവാന്റെ സേവയുടെ മനോഹരമായിട്ടുള്ള അവസ്ഥ എന്നും ബ്രഹ്മാവ് തൻ്റെ സ്തുതിയിൽ പറയുന്നു. അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാനെ അവിടുന്ന്. അവതാരങ്ങളുടെ മുഴുവൻ മഹിമ ഈ കൃഷ്ണാവതാരത്തിൽ കാണാൻ സാധിക്കും. ദിഷ്ട്യാമ്പതേ കുക്ഷികത പരപ്പുമാൻ അംശേന സാക്ഷാൽ ഭഗവാൻ ഭവായന മാ ഭൂദ്ഭയം ഭോജപതേൻ മമൂഷോർ ഗോപ്തായതൂനാം ഭവിതാതവാത്മജാം. ഇവിടെ ദേവകീദേവിയെ പ്രദക്ഷിണം വെച്ച് ബ്രഹ്മാവ് സ്തുതിക്കുന്ന സമയത്ത് ദേവകീദേവിയുടെ കണ്ണിൽ കണ്ണുനീരണിഞ്ഞു. ഈ 6 ഉണ്ണികളുണ്ടായിട്ട് ഒരു ഉണ്ണിയെപ്പോലും എനിക്ക് ലാളിക്കാൻ സാധിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നമസ്കരിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് പ്രപഞ്ചകോടികളെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ, ഈ ലോകത്തിലുള്ള സകല നാനാവതാരമകരോൽ സകല അവതാരങ്ങൾ എടുത്തിട്ടുള്ള ഈശ്വരൻ എല്ലാ പ്രഭാവത്തോടും കൂടിയിട്ട് ഗോലോകേശ്വരൻ അമ്മയുടെ ഗർഭത്തിൽ സാന്നിധ്യം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചകോടികളുടെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരനെ ഗർഭം ധരിച്ചതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും മാതാവായിട്ട് അമ്മ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികം താമസിക്കാതെ അവിടുന്ന് അവതരിക്കും. അവതരിച്ച് ദിവ്യമായിട്ടുള്ള അവിടുത്തെ പ്രഭാവം കൊണ്ട് ലോകത്തിന് മുഴുവൻ ആകർഷിച്ച് എല്ലാവരും കരുണ ചെയ്യണേ ജനങ്ങളിലെല്ലാം എന്നാണ്. സകല ജനങ്ങളോടും കരുണ ചെയ്തുകൊണ്ട് അവിടുന്ന് ദിവ്യമായിട്ടുള്ള അവസ്ഥ ആനന്ദത്തിലേക്ക് ഓരോ ജീവനെയും ജയിപ്പിക്കും. ഇതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് നമസ്കരിക്കുന്നു ദേവകീദേവിയെ. അവർക്കൊരാഗ്രഹമുണ്ട്, അതായത് ശ്രീകൃഷ്ണാവതാരം ഒന്ന് കണ്ടു പോകണം എന്ന്, നമസ്കരിച്ച് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭഗവാൻ അതിന് അനുവാദം കൊടുക്കണില്ല. ഭഗവാൻ പറയുന്നു, ഇവിടെ നിൽക്കാനുള്ള അധികാരമില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം എന്നാണ്. അങ്ങനെ പൃഥ്വിയോർ ദൈവം എല്ലാവരും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആകാശദേശത്തിലേക്ക് യാത്രയായി. ഭഗവാന്റെ അവതാരമാണ് ഇനി നമ്മൾ ഇവിടെ പറയാനാണ് പോകുന്നത്. ഇന്ന് നമ്മൾക്ക് ഇവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആ എപ്പിസോഡിൽ നമ്മൾക്ക് ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ അത്ഭുതകരമായ മുഹൂർത്തത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് അതിനെക്കുറിച്ച് അവതരിപ്പിക്കാം. ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും ഉടമസ്ഥാവകാശവും ഗുരുവായൂരപ്പനും വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാർക്കും ഗുരുനാഥന്മാർക്കും സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.